ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും ചാനലുകളും കംപ്ലീറ്റ് പിണറായിക്കെതിരെ ഒരു പിണറായി മാത്രം. പിണറായിന്റെ ഭാര്യ, പിണറായിന്റെ മോള്, ഇനി ആരും ഇല്ലാത്തതിനോട് ആരും വിളിച്ചു. പിണറായി മരുമോനി ഇവരൊക്കെ കട്ടിക്ക് നടക്കേന്. അതിന് രാവിലെ സുരേന്ദ്രൻ പറയും, ഉച്ചക്ക് രമേശ് ചെന്നിത്തലയും പറയും. ഇതൊരു പരിപാടി, ഇതന്നെ പണി. സ്വർണ്ണക്കടത്ത് അങ്ങോട്ട്, സ്വർണ്ണക്കടത്ത് ഇങ്ങോട്ട്, സ്വർണ്ണം അങ്ങോട്ട് കൊണ്ട്, സ്വർണ്ണം അങ്ങോട്ട് കൊടുന്ന്, ഇതൊക്കെ പിണറായി തന്നെ. ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾ കാണില്ലത്. രാവിലെ നേരം വെളുക്കുമ്പോൾ വെല്ലടിക്കാ, വീട്ടില് വെല്ലടിച്ചു നോക്കുമ്പോൾ 1400 റുപ്യ കൊണ്ടേ കൊടുക്ക. ആരെ വകാണ്? സഖാവ് പിണറായി. അപ്പൊ ജനങ്ങളെ മനസ്സിൽ തോന്നാണ്, റേസാപ്പ് പോയ കിറ്റ്, റേഷനരി ആർക്കാ വേണ്ടി വെച്ച് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ ജനങ്ങൾ ചിന്തിക്കണ്ടേ? ജനങ്ങൾ ചിന്തിച്ച് ജനങ്ങൾ ഉത്ഭദ്രായ ജനങ്ങളാണ് വോട്ട് ചെയ്തത്, അല്ലാതെ മറ്റുള്ള ജനങ്ങളെല്ലാം അടിച്ച് പൊളിച്ച് വോട്ട്. ഇതൊന്നും പോരാ, ഇനി ഇതിന്റെ ഡബിൾ അങ്ങ് കാണാം നിയമസഭയിൽ. അത് ബി.ജെ.പിന്റെ രാജഗോപാൽ തന്നെ പറഞ്ഞു. അവര് സ്വർണ്ണക്കടത്തും സരിതന്റെയും ബലിയും കൂടെ പോയി ഗവൺമെന്റ് വികസന പ്രവർത്തനവും പറഞ്ഞു. അപ്പൊ ജനങ്ങൾ വികസന പ്രവർത്തനത്തിന് വോട്ട് ചെയ്ത്. അതന്നെ ജനങ്ങൾ വികസന പ്രവർത്തനത്തിന് വോട്ട് ചെയ്ത്. വികസന വെച്ചാൽ ക്ഷേമ പ്രവർത്തനം, പെൻഷന് 10-60 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കണ്, 1400 റുപ്യ വീട്ടിലെത്തിച്ചു കൊടുക്കണ്. പിന്നെ കിറ്റ് കൊടുക്കണ്, സൗജന്യമായിട്ട് അരി കൊടുക്കണ്. പിന്നെ സർക്കാർ ആശുപത്രിയും സർക്കാർ സ്കൂളുകൾക്കൊന്നും നിങ്ങൾ പോയി നോക്കി, ഹൈടെക്കാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണാത്ത മോഡലാണ് ഈ വക സാധനങ്ങളൊക്കെ. ഇനിയിപ്പോൾ 1500 റുപ്യ ജനുവരി 1 മുതൽ പെൻഷൻ ആവാൻ പോവാണ്. 100 റുപ്യം കൂടി കൂടാം. മറ്റുള്ള 600 തന്നെ കൊടുക്കാൻ 1.5 കൊല്ലം 600 റുപ്യ കൊടുക്കാൻ കഴിയാതെ 1.5 കൊല്ലം ജനങ്ങളെ വഞ്ചിച്ചല്ല. ആ 1.5 കൊല്ലത്തെ പൈസ ഈ ഗവൺമെന്റ് ആയിരുന്നു കൊടുത്ത്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇതിനെക്കാട്ടും വലിയൊരു അടി ഒന്നും കൂടി ഒലിക്ക് കൊടുക്കാണ്ട് 5 മാസം കഴിഞ്ഞാൽ ജനങ്ങൾ കൊടുക്കുന്നത് ജനങ്ങളെ വിജയമായിരുന്നു ഇത് ആണ് നടത്തുന്നത്. ഇപ്പൊ ബി.ജെ.പിന്റെ ബാക്കിൽ തന്നെ കോൺഗ്രസ്, അതേമാതിരി മാധ്യമങ്ങള്, മനോരമയും ഏഷ്യനെറ്റും ഒക്കെ ഭയങ്കരമായിട്ട് കൂടെ തന്ത്രം. പക്ഷെ ജനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വൻ ഭൂരിപക്ഷത്തോടെ പിണറായിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. എന്താന്ന് പറഞ്ഞാൽ ജനങ്ങൾ അന്നം തരുന്ന പാർട്ടി, ആ അന്നം തരുന്ന പാർട്ടിക്ക് ഒരിക്കലും ജനങ്ങൾ മറക്കൂല. ഒരു നായ്ക്ക് ഒരു അന്നം കൊടുത്തിട്ടുണ്ട്, ആ നായും വാലാട്ടും. അതുവരെ ചെയ്യുന്നില്ല. അതുകൊണ്ട് പക്ഷെ പിണറായിനെ ജനങ്ങൾ വിട്ടില്ല. ഇനിയും അടുത്ത നിയമസഭയിൽ 100 സീറ്റോടെ പിണറായി വിജയൻ തന്നെ വരും. സ്വർണ്ണക്കടത്ത് മറികടന്ന്, സ്വർണ്ണക്കടത്ത് അങ്ങനെ ഒരു സംഭവം ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ സംഭവം ഇല്ല, അതൊരു തരികിടാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യം കൊണ്ടാണല്ലോ അത്രയും ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ചത് കേരളത്തിൽ. അതന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, അത് കെട്ടിച്ചമച്ചൊരു കള്ളക്കഥ ആണെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമായതിന്റെ പേരിലാണ് LDF ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ വിജയം ഉറപ്പിച്ചത്. എന്താ ഡൗട്ട്, എന്ത് സംശയം എന്തായാലും? ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ഏപ്രിൽ LDF 1 വിജയിക്കും ഉണ്ടാവാം. കാരണം പിണറായി സർക്കാർ എന്നൊരു അങ്ങനെ എന്താക്കുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും പാവപ്പെട്ടവരെ നോക്കി കൈകാര്യം. റേഷൻ അരികൾ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ വിതരണ കാര്യങ്ങളൊക്കെ LDF സർക്കാർ ഏറ്റവും